അധികം മനോഹരമായിട്ടുള്ള ഒരു ചിത്രം അതായിരിക്കും നമ്മുടെ മുന്നിൽ ഇതിൽ വിരിയുന്നത്. ഇനി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളെ, നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന താരങ്ങളെ കാണാനാണ് അല്ലേ. അപ്പം അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. And now let's welcome the stars who have brought this story alive. വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ അർജുൻ അശോകനെ. ഒപ്പം മോളിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്നേഹ സമ്മാനം അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഭാഷയിലുള്ള ഒരു ചേർത്തുപിടിക്കലിനായി പ്ലീസ് മോൾ ഒഫീഷ്യൽ ബസ്വരാജ് സാറിനെ സ്നേഹത്തിന്റെ ഭാഷയിൽ ക്ഷണിക്കുകയാണ്. പ്ലീസ് സാർ. അഭിനയ കരുവയുടെ ഒരു പാരമ്പര്യ തനിമയിലൂടെ, അഭിനയ കലയ്ക്ക് ചിന്തേറിട്ട അഭിനയ മികവിലൂടെ അത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു വ്യതിരിക്തമായിട്ടുള്ള ശൈലി അവതരിപ്പിച്ച ശ്രീ ഏറ്റവും പ്രിയപ്പെട്ട അർജുൻ അശോകൻ സർ. എന്നാൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വ്യത്യസ്തമായ ഒരു പതിവ് അഭിനയ ശൈലികളിൽ നിന്നും വ്യതിരിക്തമായി ഒരു നോട്ടം കൊണ്ടും അതേസമയം ഒരു ചെറിയ അഭിനയത്തിന്റെ തുണ്ടുകൾ കൊണ്ടൊക്കെ നമ്മൾ ഏവരും ഇഷ്ടപ്പെട്ട നെഞ്ചോട് ചേർത്ത പ്രിയപ്പെട്ട താരം ശ്രീ ബാലു വർഗീസ്. പ്ലീസ് സർ വേദിയിലേക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ അഭിലാഷ് പിള്ളൈ വേദിയിലേക്ക് നിറകൈയടികളോടെ സ്വാഗതം ചെയ്യാം. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം സുമതി വളവ് എന്ന പേരിന് പല അർത്ഥതലങ്ങളുണ്ട്. ഒരുപക്ഷെ പേടിയുണ്ടാകും, അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ആകാംക്ഷയൊക്കെയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പം അതായിരിക്കുമോ സുമതി വളവ്? ചേട്ടാ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഭയങ്കരം എന്നുള്ളൊരു വാക്കുണ്ട്. ഭയം അങ്കുരിപ്പിക്കുന്ന എന്തും ഭയങ്കരമാണ്. അപ്പോൾ സുമതി വളവ് എന്നുള്ള ഒരു ചിത്രം ഭയങ്കര ചിത്രമായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനെന്ന് പറഞ്ഞൊരു കാര്യത്തെ നിങ്ങൾ സ്വീകരിച്ചിരുന്നു. അടുത്ത സിനിമ നിങ്ങൾ തിരുവനന്തപുരംകാരുടെ ഒരു സ്വന്തം കഥ ഞാൻ എടുക്കുന്നുണ്ട്, സുമതി വളവെന്ന് പറഞ്ഞ്. അന്ന് ഞാൻ പറഞ്ഞ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊമോഷനായിട്ടൊക്കെ ഞാൻ അടുത്ത തവണ ഇവിടെ വരുന്നതെന്ന്. ദൈവം അനുഗ്രഹിച്ചു, കൂടെ നിന്നു. ഏകദേശം 85 ദിവസത്തോളം നീണ്ടു നിന്ന ഷൂട്ടിംഗ്, 6 മാസത്തോളം നീണ്ടു നിന്ന പ്രീ പ്രൊഡക്ഷൻ, ഇപ്പം 3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം തീർത്ത് ഈ മാസം തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് സുമതി വളവ്. കാരണം കുറച്ചു മുന്നേ പറഞ്ഞ പോലെ തന്നെ ഭയം എന്ന വാക്ക് അത് എന്താണ് എന്ന് കുറച്ചൊക്കെ ഞങ്ങൾ തിയേറ്ററിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം കുറേ ചിരിക്കാനും. ഇതങ്ങനെ ഒരു ഡ്രാക്കുളയോ കോഞ്ചറിങ് പോലത്തെ പടമൊന്നുമല്ല. ഫാമിലി ആയിട്ട്, കുട്ടികളായിട്ട്, മുത്തശ്ശിമാരുമായിട്ടും ഒക്കെ വന്ന് മാളികപ്പുറം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ പറ്റിയൊരു സിനിമയാണ് സുമതി വളവ്. ഈ യക്ഷിയോട് നമുക്ക് ഇത്തിരി സ്നേഹമൊക്കെ തോന്നും. അങ്ങനെ പേടിപ്പിക്കുന്ന ടൈപ്പ് യക്ഷിയല്ല, എന്നാൽ പേടിക്കാനും ഉണ്ട്, ചിരിക്കാനും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാളികപ്പുറം ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഒരു വിരുന്ന് തന്നെ ആയിരിക്കും സുമതി വളവ്. പ്രത്യേകിച്ച് തിരുവനന്തപുരംകാര് ഫസ്റ്റ് ഡേ ഷോ കാണാൻ പാടാണ്. നിങ്ങളുടെ യക്ഷിയാണിത്. മറ്റ് ജില്ലക്കാർ കണ്ട് വിജയിപ്പിക്കാൻ മുന്നേ നിങ്ങൾ കൈയടിച്ച് വിജയിപ്പിച്ചാലാണ് നിങ്ങളുടെ യക്ഷീനെ ലോകം മുഴുവൻ കേൾക്കുന്നത്. അതുകൊണ്ട് സുമതി വളവ് കാണാൻ ധൈര്യത്തോടെ ടിക്കറ്റ് എടുത്തോ. കുട്ടികളും അമ്മമാരും ഒക്കെ ആയിട്ട് ധൈര്യമായിട്ട് പോയിരുന്നു. തീർച്ചയായും ചേട്ടാ, നമ്മുടെ സ്വന്തം യക്ഷി അല്ലേ, നമ്മുടെ സ്വന്തം സുമതിനെ കുറിച്ചുള്ള സിനിമയാണല്ലേ ഇപ്പം സുമതി വളവ്. അതായത് നമ്മളിപ്പോൾ സുമതി വളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാലോടുള്ള സുമതി വളവിനെ പറ്റി കുറേ കഥകൾ അറിയാം, നമ്മൾ കേട്ടിട്ടുള്ള യഥാർത്ഥ സംഭവം അറിയാം. ഞങ്ങൾ ഈ സിനിമയിൽ ഈ വളവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കഥ എൻ്റെ സ്വന്തമാണ്, ഞാൻ എങ്ങോന്നും എടുത്തിട്ടില്ല. സ്വന്തം കഥയാണ്, അതിലേക്ക് ഞാൻ വളവെടുത്ത് വെച്ചു കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഒരു പുതിയ വിഷ്വൽ ട്രീറ്റായി മാറ്റിയിട്ടുണ്ട്. വിഷ്ണു എനിക്ക് തോന്നുന്നു മാളികപ്പുറം ഞങ്ങൾക്ക് തന്നിട്ടുള്ളൊരു പേര് എനിക്ക് തോന്നുന്നു. ഞാൻ വിഷ്ണുവിനോട് എപ്പോഴും പറയും, വിഷ്ണു നമ്മുടെ 2ാമത്തെ സിനിമയാണ് ജനങ്ങളെ വിലയിരുത്താൻ പോകുന്നത്. അപ്പം തുറന്നു പറയാം, ഒരു വിഷ്വൽ മാജിക് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് സുമതി വളവ് എന്നുള്ള സിനിമയിൽ. അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനമാകുമ്പോൾ ഒരു സംവിധായകൻ തന്നെയാണ് വിഷ്ണു. അപ്പം സുമതി വളവ് അവൻ കഥ കേട്ട് ചെയ്യാൻ തീരുമാനിച്ചതിൽ എനിക്കാണ് സന്തോഷം. ഞാൻ അവരോട് ഈ വേദി വെച്ച് നന്ദിയും പറയുന്നു. പിന്നെ ഇതിൻ്റെ താരങ്ങൾ, എനിക്ക് തോന്നുന്നു ഇത് ഞങ്ങൾ കുറച്ചുപേരെ വന്നിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ തിരുവനന്തപുരത്തുകാരനുണ്ട്, ഗോകുൽ സുരേഷ് ഗോപി ഉണ്ട്. ഗോകുൽ ഇന്ന് മറ്റൊരു അത്യാവശ്യമായിട്ട് പോയിട്ട് വരാൻ പറ്റുന്നത്. പിന്നെ കുറേ അധികം താരങ്ങൾ ഞങ്ങൾ റിവീൽ ചെയ്തിട്ടില്ല. നന്ദിച്ചേട്ടനുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പാട്ടുകളും ട്രെയിലറും ഒക്കെ ഇറങ്ങുന്നുണ്ട്. കുറേ കൂടെ നിങ്ങൾക്ക് സുമതി വളവ് എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഒപ്പം വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ റിലീസിൻ്റെ തീയതിയും ഞങ്ങൾ അനൗൺസ് ചെയ്യും. ഈ മാസം തന്നെ നിങ്ങളിലേക്ക് അത് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. VFXൻ്റെ കുറച്ച് ജോലികൾ ബാക്കിയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോയത്. അതിൻ്റെ ഏകദേശം അവസാനഘട്ട പണിയിലാണ്. തീർച്ചയായിട്ടും ഉടനെ തന്നെ സുമതിയുമായിട്ട് ഞങ്ങൾ നിങ്ങളെ കാണാൻ എത്തും. ഹായ് ഗൈസ്, ഹായ് ട്രിവാൻഡ്രം, ഹായ് മാൾ ഓഫ് ട്രാംപൂർ. അത് 93-ലാണ് നമ്മുടെ കഥ നടക്കുന്നത്. മണിച്ചിത്രത്തെ താഴെ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് നമ്മുടെ കഥയുടെ ഒരു ടെക്സ്ചർ തന്നെ ചെയ്തേക്കുന്നത്. അഭിലാഷേടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഇമോഷൻ തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരക്കാരുടെ സ്വന്തം ഒരു ഇമോഷൻ. നമ്മുടെ മുത്തശ്ശി കഥകൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരുപാട് പ്രേതങ്ങൾ ഉള്ള
കഥകളുള്ള ഒരു നാടാണ് ട്രാവൻകൂർ. അതിൽ നമ്മളെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിച്ചേക്കുന്ന ഒരു കഥയാണ് സുമതി വളവ്. പക്ഷേ ഒറിജിനൽ സുമതി വളവിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അഭിലാഷ് പിള്ളയുടെ ഫാൻറ്റസിയിലുണ്ടായ സുമതി വളവിൻ്റെ കഥ നിങ്ങൾ ഉടനെ തിയേറ്ററിൽ പോയി കാണണം, അനുഗ്രഹിക്കണം. നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഒരു മികച്ച സംവിധായകൻ ഉണ്ടായിരുന്നു, ശശി ശങ്കർ സാർ, വിഷ്ണുവിൻ്റെ അച്ഛൻ. കുഞ്ഞിക്കൂനടക്കമുള്ള വലിയ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച ശശി ശങ്കർ സാറിൻ്റെ ആദ്യ സിനിമ നാരായണൻ സംഭവിച്ച വർഷം 93. ആ സിനിമയ്ക്ക് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയത് 93. അപ്പം അദ്ദേഹത്തിൻ്റെ മകനൊരു പടം ചെയ്തപ്പോൾ 93 കാലഘട്ടത്തിൽ ഒരു പടം എടുക്കാമെന്ന് തീരുമാനിച്ചത് യാദൃശ്ചികമായിട്ട് വന്നതാണെങ്കിലും അച്ഛൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങളുടെ ഒപ്പം എവിടെയൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ. അതെ, ഞാൻ പ്ലാൻ ചെയ്തതാണ്, അത് യാദൃശ്ചികമായിട്ട് വന്നത്. ഇവരാണ് പറഞ്ഞത് 93 ഷൂട്ട് ചെയ്യാതെ. അതെ അതെ, ഈ 93 കുറെ ഹിറ്റ് പടങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടോ അർജുൻ ചേട്ടൻ ജനിച്ച വർഷമാണ് 1991. അപ്പൊ ഒന്നും യാദൃശ്ചികം അല്ലെന്നാണ് പറയുന്നത്. അപ്പൊ അർജുൻ ചേട്ടാ, നമ്മള് അതോടൊപ്പം തന്നെ ഈ ഒരു ട്രെയിലർ അല്ലെങ്കിൽ ടൈറ്റിൽ ലോഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ കേട്ട ഒരു കാര്യമാണ്, ഇതൊരു ഫാന്റസി വേൾഡിലേക്ക് കടക്കുന്നതിന് സമാനമായിരിക്കും. ഇപ്പം ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒരുപാട് സിനിമകളിലൂടെ, അതായത് നമുക്കറിയാം രോമാഞ്ചം ആയാലും രോമാഞ്ചത്തിൽ വേറൊരു അനാമികയായിട്ടും, അതോടൊപ്പം തന്നെ ഒരു ചാത്തനെ കൂട്ടിയിട്ട് നമുക്ക് ഭ്രമയുഗത്തിലൊക്കെ ചേട്ടൻ വന്നു. ഇപ്പൊ സുമതിനെ കൂട്ടിയിട്ട് ചേട്ടൻ സുമതി വളവിലേക്ക് കടന്നെത്തുമ്പോൾ എന്താണ് നമ്മൾ പ്രേക്ഷകർ തിയേറ്ററിൽ പ്രതീക്ഷിക്കേണ്ടത്? ഹായ്, നമസ്കാരം. എല്ലാവരോടും ഒരു ബിഗ് ഹായ്. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് സുമതി വളവിൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ പ്രൊമോഷൻ തിരുവനന്തപുരത്ത് തുടങ്ങാൻ. അപ്പോൾ ഒരുപാട് സ്പെഷ്യലാണ് ട്രിവാൻഡ്രം. എൻ്റെ ആദ്യ തുടക്കകാലങ്ങളിൽ കുറേ 2-3 പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ മോൾ ഓഫ് ട്രാവൻകൂർ തന്നെ തേരാപ്പാരം നടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊന്നും ആരും മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ സ്ഥലത്ത് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ സുമതി വളവ് എന്ന് പറഞ്ഞ പടം ഇപ്പൊ ചോദിച്ച പോലെ രോമാഞ്ചത്തില് അനാമിക, ബ്രഹ്മയുഗത്തിലെ ചാത്തനും, പിന്നെ ഇപ്പൊ സുമതി വളവിലെ സുമതിയായിട്ട് ഇത് ഞാൻ മനഃപൂർവ്വം വിളിച്ചു വരുത്തണമല്ല, അത് ഇവർ എഴുതി വരുന്ന കഥകളിലൂടെ ചെയ്യുമ്പോൾ ആയിപ്പോ. അപ്പൊ ഫാന്റസി എന്ന് പറയാനായിട്ട് ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ കേട്ട കഥകളും ചില ആൾക്കാർ അനുഭവിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് അത് നമ്മൾ അല്ലെങ്കിൽ വിഷ്ണു ചേട്ടൻ കണ്ട വിഷൻ എന്താണെന്ന് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും അത് കുറച്ചധികം നല്ല കലക്കൻ രീതിയിൽ വിഷ്ണു ചേട്ടനും പിന്നെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ DOP ആയ ശങ്കർ സാർ മറ്റേ രാക്ഷസൻ എന്ന തമിഴ് പടത്തിൻ്റെയൊക്കെ DOP ആണ്. അപ്പം അങ്ങനെ വലിയ പടങ്ങളൊക്കെ ചെയ്തത് ഈ പടത്തിൽ ജോയിൻ ചെയ്ത് നല്ല രീതിക്ക് നല്ല അടിപൊളി വിഷ്വൽ ട്രീറ്റാണ് ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അത് തിയേറ്ററിൽ വരുമ്പോൾ എന്തായാലും ഒബ്വിയസ്ലി എല്ലാവരും എൻജോയ് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലും എക്സൈറ്റ്മെന്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതുള്ളൂ. ഇപ്പൊ ഞാനായിട്ട് വിളിച്ച എല്ലാ സുമതിയും 2019 കേട്ട കഥയാണ് ആക്ച്വലി സുമതി വളവ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ സ്ഥിരം എല്ലായിടത്തും എത്തുന്ന കാര്യമാണ്. അന്ന് ഞങ്ങൾ വെച്ച് പ്രൊഡ്യൂസർമാരില്ലാത്തതുകൊണ്ട് ഈ പടം നടക്കാതെ ആയിരുന്നു. പക്ഷെ അത് ഒരു രീതിയിൽ നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ അതിനുശേഷം മാളികപ്പുറം ഇറങ്ങി സക്സസ് ആയി. ഇപ്പം ഇവര് ഓൾറെഡി ഒരു ബെഞ്ച് മാർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡ്യൂസറിനെ വിശ്വസിച്ച് ഒരു പടം ഏൽപ്പിക്കാം എന്നുള്ള രീതിയായി. അപ്പം അതുകൊണ്ട് ഈ സുമതി വളവ് ഇത്രയും വൃത്തിയായിട്ടും പ്രതീക്ഷയിനേക്കാളും അപ്പുറം നല്ല രീതിക്ക് ഈ പടം വന്നിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്ത മുരളി സാറാണ്, നമ്മുടെ വെള്ളം മുരളി, വാട്ടർമാൻ പ്രൊഡക്ഷൻസ്. അപ്പോൾ മുരളി ചേട്ടനുള്ളത് കൊണ്ടും നമുക്ക് ഇവർക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു, ഒരു സിനിമ ഉണ്ടാക്കുന്ന സ്ട്രെസ് ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള വർക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഡയറക്ഷൻ സൈഡായാലും ടീം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. അപ്പോൾ അതെല്ലാം ഭയങ്കര ക്ലീൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു പടം ചെയ്യുന്നതിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ബാക്കി ഇപ്പൊ ഇനി VFX പരിപാടിയൊക്കെ തീരുമ്പോൾ ഡേറ്റ് അനൗൺസ് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണണേ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. അതൊരു TV ഇരുന്ന് കാണാനും മൊബൈൽ ഫോണിൽ കാണാനായിട്ട് ചേട്ടാ ഇത്ര നേരം എത്ര ആൾക്കാർ സംസാരിക്കണം, ഒന്നും മൈൻഡ് ചെയ്യണം, 2 മിനിറ്റ് ഒന്ന് കേട്ടിരിക്കണം പ്ലീസ്, ഇപ്പൊ തന്നെ പോകും, പ്രശ്നം ഉണ്ടാക്കില്ല. അപ്പൊ ഒന്ന് തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. ഇതൊരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്. തീർച്ചയായും ചേട്ടാ, നമ്മളെല്ലാവരും ആദ്യത്തെ ദിവസം തന്നെ പരമാവധി പോയി കാണാൻ ശ്രമിക്കും. ആദ്യത്തെ ദിവസം അല്ലെങ്കിലും പിന്നീട് ഇടക്കൊക്കെ പോയി. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ആയിട്ട് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബാലുചേട്ടൻ, നമുക്കറിയാം സുമതി വളവ് എന്ന് പറയുന്നത് അഭിലാഷ് ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തിന്റെ സ്വന്തം ഏച്ചിയാണ്. അപ്പം അങ്ങനെ ഈ ഒരു സുമതി വളവ് എന്ന ചിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ എന്തൊക്കെയാണ് ചേട്ടാ നമ്മൾ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ?
അതുകൊണ്ട് ഹലോ നമസ്കാരം, ഹലോ ഗുഡ് ഈവനിങ്. ആക്ച്വലി വളരെ സന്തോഷമുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്ത് നമ്മളുടെ പടത്തിന്റെ ഒഫീഷ്യലി നമ്മളുടെ പടത്തിന്റെ പ്രൊമോഷന്റെ ആദ്യത്തെ പരിപാടിയാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ട്രിവാൻഡ്രത്ത് തുടങ്ങാൻ പറ്റിയിട്ട് വളരെ സന്തോഷം. ട്രിവാൻഡ്രത്തെ യക്ഷിയാണ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തുടങ്ങണമല്ലോ, അത് വളരെ സന്തോഷം. കൂടാതെ എനിക്ക് ഞാനിപ്പോൾ നമ്മുടെ മനുവിനെ കുറച്ച് പടങ്ങൾ പറഞ്ഞു, നല്ല സിനിമകളുടെ ഭാഗമാണെന്ന് അങ്ങനെ ആലോചിച്ചിരുന്നത് ഇരിക്കുന്ന സമയത്താണ് നമ്മൾ സുമതിവള പോലത്തെ ഒരു സിനിമ വന്നത്. സോ വളരെ സ്ട്രോങ് ആയിട്ട്, അപ്പം നമ്മൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു ഹൈ ബഡ്ജറ്റ് സിനിമയാണ് അത്. അപ്പോൾ ഇത് ഹൈ ബഡ്ജറ്റ് സിനിമകളുടെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും രസമുള്ള ടെക്നിക്കൽ ക്രൂവുണ്ട്, അത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, അത്രയും VFX-നായാലും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റായാലും ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നും കോംപ്രമൈസ് ചെയ്യേണ്ടതാണ്, ആർട്ടായാലും ഒന്നും കോംപ്രമൈസ് ചെയ്യേണ്ടത് നമുക്ക് സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും രസകരമായിട്ടുള്ള ഇത്രയും ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഔട്ട്പുട്ട് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു രസകരമായിട്ടുള്ളൊരു കഥ, അത് ഇത്രയും നല്ല ടെക്നിക്കൽ ക്രൂവിലൂടെ ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം. അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. താങ്ക് യു. അപ്പം അച്ചു പറഞ്ഞ പോലെ തിയേറ്ററിൽ തന്നെ പടം പോയി കാണുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. അല്ലാതെ ഒരിക്കലും നമ്മൾ പിന്നെ OTT വന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും ഒരു സുഖം കിട്ടില്ല. സൗണ്ടിങ്ങും എല്ലാം അത്രയും ഒരു ഹൊറർ സിനിമ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന സുഖം ഒരിക്കലും വീട്ടിൽ കാണുമ്പോൾ കിട്ടില്ല. അപ്പോൾ ഹായ്, ആ പടം എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. താങ്ക് യു സോ മച്ച്.